ഒരു ഡോക്യുമെൻ്ററി പോലെ വിഷ്വൽസും എല്ലാം എടുത്തിട്ട് വളരെ വൃത്തിയായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ. ഇപ്പോൾ ലോക്നാഥ് വീവർ ഒന്ന് കണ്ടു, അല്ലാതെ ഇതിൻ്റെ സിമിലർ ആയിട്ട് എത്ര എടുത്ത് റിസർച്ച് പോലെ ചെയ്തു? 2-3 വീവിങ് സ്ഥലത്ത് പോയിട്ടാണ് എൻക്വയറി ചെയ്തത്. അവിടെയൊക്കെ പോയിരുന്നു? പോയിരുന്നു. പേഴ്സണലി കണ്ടിരുന്നു? എംപ്ലോയീസിനെ കണ്ടു. ഞാൻ പറഞ്ഞു 2010 ആണ് ഞാൻ MBA പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തത് ഈ എംപ്ലോയീസ് വെൽഫെയർ ആണ്. അതിനുശേഷം കോളേജിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇയർലി ഞങ്ങളെ കുട്ടികൾക്ക് പ്രോജക്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് എടുക്കണം, ഇത് പ്രൊഡക്ഷൻ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് അവർ ഒരു മേഖല എപ്പോഴും ഞാൻ ഇത് വെക്കും, ഈ എംപ്ലോയീസ് വെൽഫെയർ നോക്കാൻ വേണ്ടി. ഈ ഒരു 2010 മുതൽ ഇപ്പോൾ 2023 എത്തുമ്പോൾ ഈ കിട്ടുന്ന റിപ്പോർട്ട്സിൽ മൊത്തം സെയിം ഒരു പ്രോബ്ലം തന്നെയാണ് കാണുന്നത്. പക്ഷേ വളരെ കോംപ്രിഹെൻസീവായിട്ട് ഈ വിഷയത്തെക്കുറിച്ച്, ഈ മേഖലയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. MBAയുടെ പഠനമായിട്ടായിരിക്കാം, അല്ലാതെ കുട്ടികളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു അറിവ് സന്ധ്യയ്ക്കുണ്ട് എന്ന് പറയുന്നത് വളരെ ഒരു ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്, എവിടെയാണ് ഈ പാകപ്പിഴ വരുന്നത്? കാര്യം നടത്തി കൊടുക്കാനുള്ള ആളും പറയുന്നു പൈസ കൊടുക്കുന്നില്ല, അവർക്ക് പൈസ കിട്ടുന്നില്ല, പെൻഡിങ് ആവുന്നു. എവിടുന്നാണ് പൈസ വരേണ്ടിയിരുന്നത്? എവിടുന്നാണ് ഈ പൈസ ലോക്ക് ആവുന്നത്? ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെന്റ്. നാഷണൽ ഗവൺമെന്റോ അതോ നാഷണൽ ഗവൺമെന്റ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പണം ഇവിടെ എത്തിക്കേണ്ടത്. അത് വരാനുള്ള ഡിലേ ആണോ നിങ്ങൾ പറയുന്നത്? മനസ്സിലായില്ല. സെൻട്രൽ ഗവൺമെന്റ് അതൊരു കൺഫ്യൂഷൻ ചോദ്യമാണ്. കാരണം നിങ്ങൾ അവിടെ നിന്നപ്പോൾ ആ ബോർഡിന്റെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഷണൽ ഹാൻഡ്ലൂം അവിടെ ബോർഡ് കണ്ടു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ബോർഡിന്റെ ഹാൻഡ്ലൂം എവിടെ നിന്നാണ് പൈസ ലോക്ക് ആവുന്നത്? ഇപ്പൊ വരുന്നില്ല എന്നല്ലേ പറയുന്നത് ഫണ്ട്? എവിടെ നിന്നാണ് ലോക്ക്? ഇത് രണ്ട് ഗവൺമെന്റും ശരി ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അപ്പൊ എവിടെ നിന്നാണ് ഇത് ലോക്ക് ആവുന്നത്? ആരാണ് ഇതിന്റെ സൈനിങ് അതോറിറ്റി? നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തോ? അത് കോൺടാക്ട് ചെയ്തിട്ടില്ല. ലോക്കിംഗ് എവിടെയാണെന്നത് കോൺടാക്ട് ചെയ്തില്ല. പ്രോബ്ലംസ് ആണ് ഹൈലൈറ്റ് ചെയ്തത്. കാരണം ഇവർക്ക് എത്ര സ്ട്രൈക്ക് ചെയ്തിട്ടും ഇവർക്ക് കൃത്യമായിട്ട് പ്രോബ്ലം ഇത് തന്നെയല്ലേ? ഇവിടെ പൈസ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഇഷ്യൂ ആണ്. പ്രോബ്ലം എന്ന് പറയുന്നത് പൈസ ലോക്ക് ആവുന്നതാണ് അല്ലേ? പെർസ്പെക്റ്റീവ് ക്ലിയർ? ക്ലിയർ. അത് ആ ഒരു ചിന്തിച്ചിട്ടില്ല അത് എവിടെ നിന്നാണ് ലോക്കിംഗ്. കാരണം ഈ ഒരു ഫീൽഡ് ഫസ്റ്റ് ടൈമാണ് ഇറങ്ങുന്നത് സിറ്റിസൺ. പക്ഷേ ഈ ടോപ്പിക് എനിക്ക് അറിയാം, ഫെമിലിയർ ആണ്. പക്ഷേ ഈ ഒരു സ്റ്റോറി ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഫണ്ട് എവിടെയാണ് ലോക്ക് ആവുന്നത്? ആരാണ് അതിൻ്റെ സൈനിങ് അതോറിറ്റി? എന്തുകൊണ്ടാണ് ഈ ഫണ്ട് വരാൻ ഡിലേ ആവുന്നത്? അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൂടെ വരുന്നതാണോ, അതോ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണോ? എവിടെയാണ് ഇത്? ആരാണ് സൈൻ ചെയ്യാത്തത്? ഇത് ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്? ഇത് എന്താണ് ഡിലേ എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ല. അത് നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ കണ്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിലെ യൂത്തുകൾ വരുന്നില്ല. ഫുൾ റിട്ടയർഡ് സ്റ്റാഫ്സ് ആണ് അവിടെ. യൂത്ത് വരാത്തത് പൈസ ഇല്ലാത്ത മേഖലയിലേക്ക് വരാൻ. അതുപോലെ ഇത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത്രയും ഒരു എക്സ്പെർട്ടൈസിൽ പണിയെടുക്കാനും കുറച്ച് പ്രയാസമായിരിക്കും. അത് ആരും അങ്ങനെ ഇപ്പോൾ പോട്രി ആയാലും ഹാൻഡിക്രാഫ്റ്റ് ആയാലും എല്ലാ മേഖലയിലും ആ പ്രശ്നമുണ്ട്. ബിക്കോസ് ഇതൊരു ഫൈൻ. പിന്നെ നല്ല നല്ല ഒരു സ്കീംസ് ഇവര് യൂത്തിനെ. ഞാൻ ചോദിച്ച വിഷയത്തിൽ നിന്ന് പതുക്കെ സൈഡായിട്ട് നൈസായിട്ട് എന്നെ കറക്കി അപ്പുറത്തോട്ട് കൊണ്ട് വിട്ടല്ലോ. പക്ഷെ ആ ഒരു ഏരിയ നോക്കിയിട്ടില്ല മിസ്. ട്രസ്റ്റ് ആയിട്ട് പറയുന്നത് നോക്കിയിട്ടില്ല. ആ ഒരു ഓണസ്റ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു സന്ധ്യ. വെരി നൈസ്. ഒരു നല്ലൊരു വിഷയത്തിലേക്ക് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എവിടെയും ഈ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പണിയെടുക്കുന്നവർക്ക് പണം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ അത് കൃത്യമായി നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷയം, ഒരു ഇഷ്യൂ സന്ധ്യ കൊണ്ടുവന്നു. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എവിടെയാണ് ഇതിൻ്റെ ലോക്ക് കിടക്കുന്നതെന്ന് ഈ ഇതിൽ നമുക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നാലും ഒരു ബിഗിനിങ് ആണ്. വെരി നൈസ് സന്ധ്യ, വെരി നൈസ് മീറ്റിംഗ്. താങ്ക് യു മാം.